എന്തുണ്ട് വിശേഷങ്ങളാണ്? പനീർപ്പൂ പോലെ സുന്ദരിയായ സ്പെഷ്യൽ ഡേ ആണ്. എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ വിശിഷ്ട അതിഥികളെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ നമ്മളോട് ഈ ഉദ്ഘാടന തൊട്ടുമുമ്പ് നമ്മുടെ പനീർപ്പൂ പോലെ സുന്ദരിയായ, പ്രത്യേകിച്ച് ഇന്ന് ശിശുദിനമാണ്, ചിൽഡ്രൻസ് ഡേ ആണ്. എന്താണ് പറയാനുള്ളത് ആദ്യത്തെ? എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങള്? മഴയായിപ്പോയി, അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം. എന്നാലും കുഴപ്പമില്ല. ഒത്തിരി സന്തോഷം ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ. തീർത്തും ജ്വല്ലറിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്തു പറയുന്നത് ഇവിടുത്തെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ്. 1 ഗ്രാമിൽ തുടങ്ങി എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു നെക്ലേസ് ഒക്കെ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു 2 പവനൊക്കെ ആവും എന്നുള്ളതാണ്. ഇത് അങ്ങനെയൊന്നുമല്ല. ചെറിയ ഗ്രാമിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ടാഗ് ലൈൻ തന്നെ ധർമ്മം കർമ്മം അല്ലേ, അങ്ങനെയാണ്. അപ്പം ആ ഒരു വളരെ സത്യസന്ധത തന്നെയാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. വിശ്വസിച്ച് വാങ്ങാം സ്വർണം. വളരെ വിലക്കുറവിൽ ഏറ്റവും യൂണിക് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്വർണമാണ്. അപ്പം ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്, അതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ടും ഓഫറുകളും ഒക്കെയാണ്. ഇത് കഴിയുമ്പോഴത്തേക്ക് മേടിച്ച് കയറി ഇന്ന് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. അതാണ് ജിനു സാറിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പുള്ളിക്കാരൻ്റെ മോളാണ് അല്ലേ, മോള് തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട് മോഡൽ ആയിട്ട് ഉണ്ടായിരുന്നത് തീർത്ഥത്തിൻ്റെ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി തന്നെയാണ് ഇതിൻ്റെ ഐശ്വര്യവും. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് ഒത്തിരി സന്തോഷം ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. താങ്ക് യു.
ഇവിടെയും കൂടെ ഇങ്ങോട്ട് ഇങ്ങോട്ടും
സൂപ്പർ. എല്ലാം നന്നായിട്ട് കഴിഞ്ഞു. അതെ, ഭംഗിയായി. കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാ ആഭരണങ്ങളും ഞാനിങ്ങനെ നോക്കി കാണുന്നത് ഭയങ്കര രസമായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞങ്ങള് പണ്ട് സംഭവങ്ങളൊക്കെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണെന്ന് ഒരിക്കലും തോന്നില്ല. നമ്മൾ കൈ പിടിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം അത്ര വലിപ്പമുള്ള നെക്ലേസ് അല്ല മറ്റ് ജ്വല്ലറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഇവിടെ ഞങ്ങളൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ആ ചോദ്യം ഹണിയോടല്ല, നമ്മുടെ തിരുമല, നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളോട് ആര് ഫസ്റ്റ് ഉത്തരം പറയുന്നു ആ ആള് ഹണിയോടൊപ്പം നമ്മളോടൊപ്പം സെൽഫി എടുക്കും. നിങ്ങൾ രണ്ടുപേരോടൊപ്പം സെൽഫി എടുക്കും. ഓക്കെ, അപ്പം അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, 2022 ഈ ഒക്ടോബർ ആയപ്പോൾ ഏകദേശം 17 years ആയി. ബോയ് ഫ്രണ്ട് റിലീസ് ചെയ്തത് 2005 ഒക്ടോബറിലായിരുന്നു. ഒക്ടോബർ 20 റിലീസ് അല്ലേ? അപ്പം ഏകദേശം 25-ലാണ് ഇപ്പൊ മോൺസ്റ്റർ റിലീസ് ചെയ്തത്. അപ്പം ഏകദേശം 17 വർഷം ഈ ഒക്ടോബർ മാസമാണ് മോൺസ്റ്റർ റിലീസ് ചെയ്യുന്നത്. അപ്പം ഏകദേശം 17 വർഷം തികഞ്ഞിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ? നല്ലൊരു കൈഡി കൊടുത്തേ. 17 years എന്താ പറയാ, ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സത്യം പറഞ്ഞാൽ സിനിമയിൽ വന്നു എന്നുള്ളത് തന്നെ വിശ്വസിക്കുക എന്നുള്ളത് ഇപ്പോഴും ഒരു അതിശയം തന്നെയാണ്. എങ്ങനെ സംഭവിച്ചെന്നുള്ളത് അത് നോക്കിക്കാണുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ദൈവത്തിൻ്റെ ഭയങ്കരമായ ഒരു അനുഗ്രഹമുണ്ട് എൻ്റെ ആ ത്രൂ ഔട്ട് ആ ഒരു ജേർണിയിൽ. ഭയങ്കര സന്തോഷം ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത്. ബ്രോ ഇവിടെ വരൂ, പേര് പറയൂ. ബിജോ. എവിടെ വരുന്നത്? തിരുമല തന്നെ. അപ്പൊ വലിയൊരു ഭാഗ്യമായല്ലോ. അപ്പം ഹണിയോടൊത്ത് സൗപർണിയോടൊത്ത് സെൽഫി എടുക്കാനുള്ള എന്താ പറയാ വലിയ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു കടി കൊടുത്തേ. ബിജോ ഇവിടെ. ഓക്കെ, പതുക്കെ എടുത്താൽ മതി, ഗ്ലാമർ ആക്കി എടുത്താൽ മതി. ഓക്കെ, ബിജുവിടെ ഇവിടേക്ക് വിറക്കിയാണ് കേട്ടോ. ഇവിടേക്ക് വിറക്കിയാണ് അവന്. എന്താണെന്ന് അറിയില്ല. സന്തോഷായ ആശംസകൾ. നല്ലൊരു കൈഡി കൊടുത്തേ, നല്ലൊരു കൈഡി. ഓക്കെ, ആദ്യത്തെ പല്ലവി മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് കളിക്കണം. ഓക്കെ, ശരി. അപ്പൊ സൗപർണി ചേച്ചിയും ഹണി ചേച്ചിയും നല്ല സ്റ്റെപ്പ് ഇട്ട് തരും. ഞങ്ങൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ഡാൻസ് കളിക്കണം. ഓക്കെ, റെഡി, പ്ലേ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു തെലുങ്ക് മൂവിയാണ്. ബാലകൃഷ്ണ സാറിൻ്റെ വീരസിംഹ റെഡ്ഡി എന്നാണ് മൂവിയുടെ പേര്. അതെ, പിന്നെ ഇവിടെ മലയാളം നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു മൂവി. എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സൗബിനെ നമുക്ക് യാത്ര അയക്കാം. നല്ലൊരു കൈ കൊടുത്താട്ടെ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മുടെ ഇന്ന് ഉദ്ഘാടനം ഹണിയുടെ കൂടെ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കിരണ് റിംഗ് സമ്മാനിക്കുന്ന സമയമാണ്. അതുകൂടെ ചെയ്തതിനു ശേഷം മടങ്ങുകയുള്ളൂ. പ്രിയപ്പെട്ട പുരുഷോത്തമനെയും സഭലയും ക്ഷണിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായി മാറി ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട ഈ തീർത്ഥ ജ്വല്ലേഴ്സിന്റെ ഐശ്വര്യമായി മാറിയ പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം സൗപർണികയ്ക്കും മാനേജ്മെന്റിന്റെയും സ്റ്റാഫിന്റെയും എല്ലാവരുടെയും പേരിലും നന്ദി ഈ സമയത്ത് സമർപ്പിക്കുകയാണ്.